വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്തെടുക്കാണ്? സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഞാനും കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, ഞാൻ മീഷോന്ന് കുറച്ചധികം ഹാൻഡ് ബാഗുകൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്രയും ഉണ്ട് കേട്ടോ. ഒരു 4-5 5 6 ബാഗുകളുണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ ഇത് ഓരോന്നായിട്ട് കാണിച്ചു തരാം. അതും മീഷോന്ന് നല്ല റേറ്റ് കുറവിന് വാങ്ങിച്ചിട്ടുള്ള ബാഗുകളാണ് കേട്ടോ. നല്ലൊരു ഹാൻഡ് ബാഗൊക്കെ തപ്പി നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ സൈഡിൽ കാക്കയുടെയും പൂച്ചയുടെ ഒക്കെ കരച്ചിൽ കേൾക്കുന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഞാൻ പറയുന്നത് മാത്രം മൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേറ്റ് എന്നെയും ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ വേഗം മെമ്പർ ആയിക്കോളാം കേട്ടോ. മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. ഹെയർ കെയറിൻ്റെ ഉണ്ടാവും, സ്കിൻ കെയറിൻ്റെ ഉണ്ടാവും, ലൈഫ് റിലേറ്റഡ് ഉണ്ടാവും, മേക്കപ്പ് റിലേറ്റഡ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് എന്താ പറയുക വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് കൂടിക്കോളാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മളുടെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ നമ്മളുടെ ബാഗുകൾ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കണേ. എനിക്കിങ്ങനെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കാണിക്കില്ലേ, നമ്മൾ അൺബോക്സിങ് വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഇതേപോലത്തെ റേറ്റ് കുറവിന് നമ്മളിങ്ങനെ അതും റേറ്റ് കുറവിന് നല്ല പ്രോഡക്റ്റ് നമുക്ക് കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ വീഡിയോസൊക്കെ കേട്ടോ. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ട് തന്നെ ഞാൻ ഈ ഒരു എന്താ പറയുക ബാഗുകൾ കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു ബാഗ് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് ഒരു ബ്ലാക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹാൻഡ് ബാഗാണ് കേട്ടോ. ഇത് ലെതർ ആവും അങ്ങനെ എന്തോ മെറ്റീരിയൽ, പക്ഷെ ഭയങ്കര നല്ല ഇത് എന്ത് മെറ്റീരിയൽ അത് നമ്മളുടെ എന്തോ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല എന്താ പറയുക, നമുക്ക് ഇട്ട് കഴിഞ്ഞാലും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് 1 മിനിറ്റ് ഇവിടുത്തെ മടിയിലൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാഗാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ലഗേജും എന്തെങ്കിലും കാര്യമായിട്ടുള്ളതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് താഴും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും നമുക്കിങ്ങനെ ഹാൻഡ് ബാഗൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്. ഇതാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോവും. നമുക്ക് ഈ ഒരു ബ്ലാക്ക് ബാഗൊക്കെ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതലും വാങ്ങിച്ചിട്ടുള്ളത് ബ്ലാക്കാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ബ്ലാക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും, ഇതിപ്പോൾ മോഡേൺ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും ട്രഡീഷണൽ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും ഏതിൻ്റെ കൂടെയും മാച്ചായിട്ട് പോകുന്ന ഒരു ബാഗാണ് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഒരു വീഡിയോയിൽ കാണാൻ ചാൻസ് ഇല്ല, ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഒരു വട്ടം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു വിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിറ്റ് മീൻസ് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബാഗല്ല കേട്ടോ. ഞാനിവിടെ അതിൻ്റെ പിക്ക് കൊടുത്തേക്കാം. ഈ ഒരു ബാഗാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് വന്നത് ഈ ഒരു ബാഗാണെന്ന് മാത്രം. പക്ഷേ ഈ ഒരു ബാഗ് എനിക്ക് ആ പിക്ചർ കണ്ടതിനേക്കാളും ഇഷ്ടമായി കേട്ടോ. അത് കാരണം ഞാൻ പിന്നെ റിട്ടേൺ അടിച്ചില്ല. അപ്പോൾ എന്തായാലും ഇത് 305 രൂപയാണ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്. ചിലപ്പോൾ അതിനേക്കാളും റേറ്റ് കുറവിനൊക്കെയാവും ഇപ്പോൾ എടുക്കുന്നുണ്ടാവുക. നമ്മൾ വാങ്ങിക്കുന്ന സമയത്തിനേക്കാളും പിന്നെ നോക്കുന്ന സമയത്ത് മീഷോയിലൊക്കെ റേറ്റ് കുറവിനുണ്ടാവും കേട്ടോ. അതെന്നല്ലേ, നമുക്ക് അത്രയും റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും കയറി നോക്കി നോക്കുക. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇതിങ്ങനെ ആകെ ഒരു ഇതായി വരുന്നുള്ളൂ കേട്ടോ. എന്താ പറയുക, സ്പേസേ വരുന്നുള്ളൂ. സിബല്ല കേട്ടോ. നമുക്കിങ്ങനെ ഈ സംഭവമല്ലേ ഇങ്ങനെ ഒട്ടിക്കണത്, അതാണിങ്ങനെ ടിങ്. ഓക്കെ, ടിങ്. അങ്ങനെ രണ്ട് എന്താ പ്രസ്സിങ് ആണ് വരുന്നത്. സിബ് അല്ലാട്ടെ. ഈ ഒരു സ്പേസ് മാത്രമേ ഇതിനുള്ളൂ. കണ്ടോ, നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് ഐറ്റംസൊക്കെ ഇതിൽ കൊള്ളും. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഒരു ബാഗ് വന്നിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ഒരു 305 രൂപയുടെ ഒന്നും പറയില്ല കേട്ടോ. അതിനേക്കാളും റേറ്റുള്ള ഒരു ബാഗ് ഇട്ട് പോണ പോലൊക്കെ ഒരു ഫീൽ ഉണ്ടാവും നമുക്ക്. ഇത് കണ്ട നല്ല രസമായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബാഗ് വന്നിട്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഓക്കെ ഈ ഒരു ബാഗാണ് കേട്ടോ.
അടുത്തത് ഇതാണ്. കണ്ടില്ലേ, നല്ല നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടല്ലേ. ഇതിന് റേറ്റ് വരുന്നത് 224 രൂപയാണ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിനേക്കാളും റേറ്റ് കുറവിലുണ്ടായിരിക്കും. എനിക്ക് ഇഷ്ടമായിട്ടോ, അത് ഇട്ട് കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് കാണാനും നല്ല രസമുണ്ട്. ഇതൊരു ഹാൻഡി ക്രാഫ്റ്റ് ഹാൻഡ് ബാഗാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാഗാണ്. നല്ല രസമുണ്ടല്ലോ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. ഇങ്ങനത്തെ ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു കോമ്പോയിൽ അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ അല്ല, എന്താ പറയുക, ഈ ഒരു കളറിലൊക്കെ ഉള്ള ഡിസൈനൊക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല റേറ്റ് ഉണ്ടെന്നേ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ഡിസൈനാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടും. നല്ല ഒരു എന്താ പറയുക, സ്റ്റാൻഡേർഡ് ഉണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാലൊക്കെ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇത് ഒരു 2 സിബ് ഉള്ളിൽ വരുന്നുണ്ട്. അത്യാവശ്യത്തിന് സ്പേസ് ഉണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, 2 സിബ് ഉള്ളിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ പുറത്തൊരു കുഞ്ഞിയ സിബ് വരുന്നുണ്ട്. പിന്നെ ഈ പുറത്തിങ്ങനെ ചെറിയൊരു എന്താ പറയുക, പോക്കറ്റ് ബാഗ് പോലെ ഒരു ചെറിയൊരു നമ്മളെ ചില്ലറ പൈസ കെട്ടി വയ്ക്കാനാണ് തോന്നുന്നു. അതേപോലെ കുഞ്ഞൊരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഈ ഒരു ബാഗിനുള്ളത്. അപ്പോൾ ഇതിന് റേറ്റ് 224 രൂപയാണ്. ഇതും ചിത്രത്തിൽ കണ്ട ആ ഒരു സെയിം പോലെ തന്നെയാണ് കേട്ടോ. ഞാൻ ഇതിന് ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഇതും എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുള്ളൊരു ഹാൻഡ് ബാഗാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഈ എന്താ പറയുക, ഇത് വാങ്ങിക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്കൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ബാഗ് വന്നിട്ട്. ഇനി അടുത്തത് വന്നിട്ട് ബാഗാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ അടുത്ത വാങ്ങിച്ചൊരു ബാഗ് വന്നിട്ട്. കണ്ടില്ലേ, ഇത് നമുക്ക് തോളത്തൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 314 രൂപയായിരുന്നു. ചിലപ്പോൾ ഇപ്പോൾ റേറ്റ് കൂടാനും ചാൻസ് ഉണ്ട്, ചിലപ്പോൾ കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് അടുത്തൊരു ബാഗ് വന്നിട്ട്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്, ഭയങ്കര യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. ഇത് എൻ്റെ ഇങ്ങനെ ഡബിൾ സൈഡ് 2 സൈഡ് ഒരു ബാഗ് ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗ് തപ്പി നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ റേറ്റ് കുറവിന് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് എനിക്ക് കളറും എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയിട്ട് നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബാഗായിട്ട് തോന്നി. ഇത് 2 സിബ് വരുന്നുണ്ട് താഴെ കേട്ടോ. അത്യാവശ്യത്തിന് സ്പേസും ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് അത്യാവശ്യത്തിന് സാധനങ്ങൾ കൊള്ളിക്കാൻ പറ്റും ഈ ഒരു ബാഗിൽ വന്നിട്ട്. കണ്ടോ, ഇവിടെ 2 സിബ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഇങ്ങനെ ഹാങ് ചെയ്യണത്, ഇത് ഇങ്ങനെ ഒരു കുളത്തുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അത്യാവശ്യത്തിന് സ്പേസ് ഉള്ളിലും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളിങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക. പിന്നെ ഉള്ളിൽ വേറൊരു കുഞ്ഞ് സിപ്പും കൂടി ഉണ്ട്. അപ്പോൾ എത്രയാണ് ഇതിൽ വരുന്നത്? അത്യാവശ്യത്തിന് 1 2 3 4, പിന്നെ ഇതേ പുറത്തുണ്ട് 5 സിബുകളാണ് വരുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തോന്നിയൊരു ബാഗാണ് കേട്ടോ. 317 രൂപയാണ്. അത്യാവശ്യത്തിന് ക്വാളിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, നമുക്ക് അത്യാവശ്യത്തിന് സാധനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റൂട്ടെ ഈ ഒരു ബാഗിൽ വന്നിട്ട്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടോ. ഒരുപാട് സാധനങ്ങൾ കൊള്ളും. അപ്പോൾ ഇത് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. ഇതിന് എന്താ പറയുക, അത്യാവശ്യത്തിന് സ്പേസും ഉണ്ട്. പിന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഡബിൾ സൈഡ് ബാഗൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു ബാഗായിട്ട് തോന്നിയിട്ടുണ്ട്. 317 രൂപയ്ക്ക് കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ബാഗായിട്ട് തോന്നി. അത്യാവശ്യത്തിന് ക്വാളിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ യൂസ് ചെയ്ത് നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. കണ്ടില്ലേ, കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ബാഗായിട്ട് തോന്നി. ഇനി നെക്സ്റ്റ് ബാഗ് കാണിച്ചു തരാം കേട്ടോ. ഇനി അടുത്തത് വന്നിട്ട് ഇത് ഈ ഒരു ബ്ലാക്ക്, അതേപോലെ തന്നെ യെല്ലോ ഫ്ലവർ വന്നിട്ട് ഇവിടെ ഒരു ഓറഞ്ച് ബട്ടർഫ്ലൈ ഉണ്ട്. ഇതൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാഗായിട്ട് തോന്നിയിട്ട് അതിന് റേറ്റ് 180 രൂപയാണ്. ഓക്കെ, 180 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ഇത് കുഴപ്പമില്ലാത്തൊരു ബാഗായിട്ട് തോന്നിയിട്ട് നല്ല എന്താ പറയുക, നമ്മൾ ജീൻസ് പാൻറ്റും അങ്ങനത്തെ മോഡേൺ ലുക്കിലേക്കൊക്കെ നല്ല ക്യൂട്ടായിട്ട് നല്ല ചേരുന്ന ഒരു ബാഗായിട്ട് തോന്നിയിട്ടോ. ഇത് നല്ല എന്താ പറയുക, അത്യാവശ്യത്തിന് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഒരു സിബാണ് ഉള്ളിൽ വരുന്നത്, കണ്ടോ, 2 സിബ് വരുന്നുണ്ട്. ഓക്കെ, ഉള്ളിൽ ഒരു കുഞ്ഞേ സിബ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ സിബ് ഒരെണ്ണം വരുന്നുണ്ട്. അങ്ങനെ നല്ല ക്യൂട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാഗായിട്ട് ഈ ഒരു ബാഗ് തോന്നിയിട്ട് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ഇതെനിക്ക് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ തുണിയുടെ ഒക്കെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളുടെ മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെയും നല്ല ചുരിദാർ കാര്യങ്ങൾ അങ്ങനെയുള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ബാഗ് ചേരും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയിട്ടുണ്ട്, സിമ്പിളാണ്. ഇതിൻ്റെ റേറ്റ് 180 രൂപയേ ഉള്ളൂ. നമുക്ക് എന്താ പറയുക, പെട്ടെന്നൊക്കെ പോകാനുണ്ടെങ്കിൽ എവിടേക്ക് പോകാനുണ്ടെന്നുണ്ടെങ്കിലും നല്ല ക്യൂട്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത്യാവശ്യത്തിന് ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ് കേട്ടോ. 150 രൂപയ്ക്കൊക്കെ നല്ലൊരു ബാഗായിട്ട് എനിക്ക് തോന്നിയിട്ടോ. അത് നല്ല വർത്ത് ആയിട്ടുള്ള ഒരു ബാഗായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് ഒരു ട്രെൻഡി സ്ലിംഗ് നമ്മുടെ മൊബൈൽ ബാഗാണ് കേട്ടോ. നല്ല ഒരു ബാഗാണ്, നല്ലൊരു ബ്ലാക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വാങ്ങിച്ചതൊക്കെ ബ്ലാക്കാണ് കേട്ടോ. ഫുള്ളല്ല, ഞാനിപ്പോൾ എന്താ പറയുക, നമുക്ക് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും സ്യൂട്ട് ആവുന്നത് ഒരു ബ്ലാക്ക് ആയിരിക്കും. അത് അപ്പോൾ ഏത് ഡ്രസ്സാണെങ്കിലും ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്ര വൃത്തികേടായിട്ട് തോന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു ബാഗാണ് ഞാൻ നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടമായിട്ടോ. ഭയങ്കര ഓവർ എന്താ പറയുക ഭംഗിയല്ല ഞാൻ പറയുന്നത്, എന്നാലും ഇത് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു റേറ്റിന് ഇത് നല്ലൊരു ബാഗായിട്ട് തോന്നിയിട്ടോ. 140 രൂപയാണ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇതിപ്പോൾ അത്ര റേറ്റ് വേണ്ടി ഇപ്പം എന്താ ഇത്രയെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. എനിക്ക് അറിയുന്നുണ്ടാവും. മീഷോയിൽ ജസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്തല്ല, ജസ്റ്റ് കുറച്ച് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞ് ചിലപ്പോൾ വേറെ റേറ്റ് ആവും, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് 140 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്തൊരു ബാഗാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യത്തിന് ക്യാഷും നമ്മുടെ ഒരു ചെറിയൊരു ബാഗും നമ്മുടെ പേഴ്സിലെ അതും നമ്മുടെ മൊബൈൽ ചാർജർ, പിന്നെ അത്യാവശ്യത്തിന് വേണമെങ്കിൽ ലിപ്സ്റ്റിക്, ഫൗണ്ടേഷൻ, അങ്ങനെ എന്തെങ്കിലും മേക്കപ്പ് സാധനങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. കണ്ട, നല്ല കുഴപ്പമൊന്നുമില്ലാത്തൊരു ബാഗാണ്. ഇവിടെ ഇങ്ങനെ ചങ്ങല പോലെയാണ് വരുന്നത്. ഓക്കെ, പിന്നെതാ അത്യാവശ്യത്തിന് ലെങ്ത് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒന്നുകൂടി വലിക്കാൻ പറ്റും. ഓക്കെ, അത്യാവശ്യത്തിന് ലെങ്ത് ഉണ്ട്. ഒരു സിബന്നെ ഉള്ളൂ കേട്ടോ, ആകെ ഒരു സിബന്നെ ഉള്ളൂ കണ്ടോ. അപ്പോൾ നമുക്ക് അത്ര സാധനങ്ങളൊന്നും ഉൾക്കൊള്ളിക്കേണ്ട ആവശ്യമില്ല. പേഴ്സ്, അങ്ങനത്തെ നമ്മുടെ മൊബൈൽ അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമൊക്കെയാണ്, നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബാഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ 140 രൂപയ്ക്ക് നല്ലൊരു ബാഗായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇത് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ ഇല്ലയോ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ഒരു ബാഗ് വന്നിട്ട്. ഇനി അടുത്ത ബാഗ് ലാസ്റ്റ് ആയിട്ടുള്ള ബാഗാണ് കേട്ടോ. ലാസ്റ്റ് ബാഗ് വന്നിട്ട് ഇത് നമ്മളുടെ ചാനലിൽ ചിലപ്പോൾ നിങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരാണ്, സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അറിയാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബാഗ്, അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാഗാണ് ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതും ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള തന്നെയാണ് കേട്ടോ. ഇതിന് 200 സംതിങ് ആണ് റേറ്റ് വരുന്നത്. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ കുറച്ച് മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാൻ അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാഗാണ് കേട്ടോ. കണ്ട് ഇവിടെ പേനമഷിക്ക് കാണും. ഓക്കെ, ഇതിന് ഒരു സിബാണ് ഉള്ളിൽ വരുന്നത് കണ്ടോ. ഒരു സിബ് ഉള്ളിൽ വരുന്നുണ്ട്. പിന്നെ സൈഡിൽ ബാക്കിലായിട്ട് ഒരു കുഞ്ഞിയ സിബും വരുന്നുണ്ട്. ഇതും അത്യാവശ്യത്തിന് നല്ലൊരു ബാഗ് തന്നെയാണ് കേട്ടോ. 100 സംതിങ് ആണ്, അല്ല 200 സംതിങ് ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതും കാണിച്ചാലെന്ന് വിചാരിച്ച് വരുന്നില്ല. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇത് നമുക്കിങ്ങനെ കയ്യിൽ പിടിക്കാം. അതേപോലെ തന്നെ ഈ ഒരു ഹാൻഡ് ബാഗായിട്ട് ഇങ്ങനെ പിടിക്കാം. പിന്നെ ഒരു ലെങ്ത് ആയിട്ടുള്ള ഒരു വള്ളിയുണ്ട്, അത് എൻ്റെ പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് പൊട്ടിയൊന്നുമല്ല കേട്ടോ. അപ്പോൾ കുറച്ച് നാളായി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. പിന്നെ 200 സംതിങ്ങിന് അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് കുറച്ച് മാസങ്ങളോ ഏകദേശം ഒരു വർഷമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു വർഷം തികച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. 200 സംതിങ്ങിന് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വലിയ ക്വാളിറ്റി എന്തായാലും ഉണ്ടാവില്ലല്ലോ. നമുക്ക് ഞാനിപ്പോൾ അത് ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ അടുത്ത് വെച്ചിട്ടാണ് ഇത് പോകുന്നത് കേട്ടോ, പൊട്ടിയത്. അപ്പോൾ ഇത് നമുക്ക് തന്നെ ജസ്റ്റ് ഒന്ന് തുന്നി ചേർക്കാവുന്നതേ തന്നെ ഉള്ളൂ. കാരണം അത്യാവശ്യത്തിന് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് 200 സംതിങ് ആണെന്ന് വിചാരിച്ചിട്ട് തീരെ ക്വാളിറ്റി ഇല്ല എന്നും പറയുന്നില്ല. അത്യാവശ്യത്തിന് കുഴപ്പമൊന്നുമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ബാഗ് വന്നിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത്രയും ബാഗാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന
മീഷോന്ന് വില കുറവിന് ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ബാഗുകളാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ പറയുക, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ബാഗുകളൊക്കെ അത്യാവശ്യത്തിന് ക്വാളിറ്റി ഉള്ള ബാഗുകളാണ് കേട്ടോ. റേറ്റ് കുറവിൻ്റെ തന്നെ അത്യാവശ്യത്തിന് ക്വാളിറ്റി ഉള്ള ബാഗുകളാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പിന്നെ ഇതുവരെയായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇരുന്ന് കാണുന്നതെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കാട്ടോ. അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും വേണം, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം കേട്ടോ. ഞാൻ അത് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.